നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പാറശാല സ്വദേശിയായ ഷാരോൺ രാജ് എന്ന തന്റെ കാമുകനെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയെന്ന കേസിൽ കന്യാകുമാരി സ്വദേശിയായ ഗ്രീഷ്മയും കൂട്ടുപ്രതികളായ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മൽ കുമാറും വിചാരണ നേരിടും. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ഒക്ടോബർ 1 മുതൽ വിചാരണ നടത്താൻ ജഡ്ജി AM ബഷീർ ഉത്തരവിട്ടു. സാക്ഷി വിസ്താരം ഒക്ടോബർ 12 നടക്കും. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ ഹാജരായി. കോടതിയിൽ പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. പ്രതികൾ കുറ്റം നിഷേധിച്ചു. നിലവിൽ ഹൈക്കോടതിയിൽ നിന്ന് സമ്പാദിച്ച ജാമ്യത്തിൽ കഴിയുകയാണ് പ്രതികൾ. ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 62 പേജാണ് കുറ്റപത്രത്തിന്. 1500ഓളം രേഖകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കുറ്റപത്രപ്രകാരം കൊലപാതകപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ തട്ടിക്കൊണ്ടുപോകൽ, വിഷം നൽകി കൊലപ്പെടുത്തൽ, തെളിവ് നശിപ്പിക്കൽ, കുറ്റം ചെയ്ത് മറച്ചുവെക്കൽ എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2ഉം 3ഉം പ്രതികളുടെ സഹായത്തോടെയാണ് ഒന്നാം പ്രതിയായ ഗ്രീഷ്മ കുറ്റകൃത്യം ചെയ്തതെന്നാണ് കുറ്റപത്രം. തെളിവ് നശിപ്പിക്കൽ ഗ്രീഷ്മയെ സഹായിച്ചത് അമ്മയും സഹോദരനുമാണെന്ന് കുറ്റപത്രം ആരോപിക്കുന്നു. തനിക്ക് സമ്പന്നനായ ഒരു സൈനികന്റെ വിവാഹാലോചന വന്നപ്പോൾ ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് കുറ്റകൃത്യത്തിലേക്ക് ഗ്രീഷ്മയെ നയിച്ചതെന്നാണ് അന്വേഷകരുടെ നിഗമനം. കഷായത്തിൽ വിഷം കലർത്തി ഷാരോണിനെ കുടിപ്പിക്കാൻ 2 വട്ടം ശ്രമം നടത്തി. രണ്ടാമത്തെ ശ്രമത്തിൽ ഷാരോൺ വിഷബാധിതനായി ആശുപത്രിയിലാവുകയും തുടർന്ന് മരിക്കുകയും ചെയ്തു. വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ ഗ്രീഷ്മ ഷാരോണിനെ ക്ഷണിക്കുകയും കഷായം കുടിക്കാൻ നൽകുകയുമായിരുന്നു. അതേസമയം ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് ഗ്രീഷ്മ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് DYSPക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഹൈക്കോടതി തള്ളിക്കളഞ്ഞ വാദമാണിത്. 1 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ ഗ്രീഷ്മ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ജാമ്യം നേടിയത്.